കായംകുളം കരിപ്പുഴ കനാലിന് കുറുകെയുള്ള കനീസക്കടവ് പാലത്തിന്റെ നിർമ്മാണത്തിനായി 16.32 കോടി രൂപയുടെ പുതുക്കിയ ഭരണാനുമതി ലഭിച്ചതായി അഡ്വക്കേറ്റ് യു പ്രതിഭ എം.എൽ.എ. അറിയിച്ചു. 65 സെന്റ് സ്ഥലമാണ് പാലത്തിനും അപ്രോച്ച് റോഡിനും കൂടി ഏറ്റെടുക്കുന്നത്. സ്ഥലം ഏറ്റെടുപ്പ് നടപടികൾ പുരോഗമിക്കുന്നതായും എം.എൽ.എ. അറിയിച്ചു. കായംകുളം നിയോജക മണ്ഡലത്തിലെ കരിപ്പുഴ കനാലിന് കുറുകെയുള്ള കനീസക്കടവ് പാലത്തിന്റെ നിർമ്മാണത്തിനായി 16.32 കോടി രൂപയുടെ പുതുക്കിയ ഭരണാനുമതി ലഭിച്ചതായി അഡ്വക്കേറ്റ് യു പ്രതിഭ എം.എൽ.എ. അറിയിച്ചു. 2018-ൽ കനീസക്കടവ് പാലത്തിന്റെ നിർമ്മാണത്തിനായി 11.20 കോടി രൂപയുടെ ഭരണാനുമതിയാണ് ലഭിച്ചിരുന്നത്. എന്നാൽ DSOR 2021 പ്രകാരം എസ്റ്റിമേറ്റ് പരിഷ്കരിച്ചപ്പോൾ തുക 16.32 കോടി രൂപയായി ഉയർന്നു. വർദ്ധിച്ച തുകയ്ക്കുള്ള പുതിയ ഭരണാനുമതിക്കായി പ്രപ്പോസൽ പൊതുമരാമത്ത് വകുപ്പ് പാലങ്ങൾ വിഭാഗം സർക്കാരിൽ സമർപ്പിച്ചിരുന്നു. ഇതുപ്രകാരമാണ് പുതുക്കിയ ഭരണാനുമതി ലഭിച്ചതെന്നും എം.എൽ.എ. പറഞ്ഞു. പുനർനിർമ്മിക്കുന്ന പാലം ഒരു സ്പാനോടുകൂടി 30 മീറ്റർ നീളവും ഇരുവശങ്ങളിലും നടപ്പാതയോടുകൂടി 12 മീറ്റർ വീതിയിലും ആണ് ഉള്ളത്. ബോസ്ട്രിംഗ് ആർച്ച് രീതിയിലാണ് പാലത്തിൻ്റെ നിർമ്മാണം. 65 സെന്റ് സ്ഥലമാണ് പാലത്തിനും അപ്രോച്ച് റോഡിനും കൂടി ഏറ്റെടുക്കുന്നത്. സ്ഥലമേറ്റെടുപ്പ് നടപടികൾ പുരോഗമിക്കുന്നുവെന്നും എം.എൽ.എ. പറഞ്ഞു. CDNet ന്യൂസ്, കായംകുളം.